ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ ഏറ്റവും സുഹൃത്തുക്കളായി പോയത് ആദിലയും നൂറയാണ് അല്ലേ? അല്ലേ? എല്ലാരും സുഹൃത്തുക്കളാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് ആദിലയും നൂറയാണ്. പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ അകന്നു. PR-ന് പൈസ കൊടുത്ത കാര്യമായി ബന്ധപ്പെട്ട് മെയിൻ പ്രശ്നം. അപ്പം ആദിലയും നൂറയും ആ ക്യാരക്ടർ അവിടെ കാണിച്ചതും പിന്നീട് അനുമോളുണ്ടായ ബുദ്ധിമുട്ടും ഒന്ന് ഷെയർ ചെയ്യാം. അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നവരാണ്. ഞാൻ ശരിക്കും ഞാനും ഗെയിം കളിക്കുകയാണ്, പക്ഷെ ഞാൻ ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു. എൻ്റെ ക്യാരക്ടറാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാണ്ട് ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഈ ഇത്രയും സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ഒരു ഫെയിം കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ നിന്നത്. എല്ലാവരുടെ അടുത്തും ഒരുപോലെ നിന്നു. പിന്നെ എൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ ആഴത്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ അടുത്ത് സോറി പറയാനും മിണ്ടാനും പോകാറില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാറുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഫസ്റ്റ് ശൈത്യമായിട്ടായിരുന്നു നല്ല കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ശൈത്യ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് അതിലെ നൂറയായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. എന്നാലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ച് പിന്നെ പെട്ടെന്ന് എന്താ പറയുക, ഞാൻ വിചാരിച്ചു വെച്ചാൽ ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പിന്നെ ഒരു സമയത്ത് മനസ്സിലായി. ഇപ്പോഴും എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രമാണ് ശരിക്കും പറഞ്ഞാല്. അങ്ങനെ പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ആ സമയത്ത് നൂറയുടെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ അല്ലേ നമ്പർ എഴുതി കൊടുത്തതായിട്ട് ബന്ധപ്പെട്ടു. സത്യത്തിൽ എന്താണ് അതെന്താന്ന് വെച്ചാല്, നമുക്ക് പുറത്ത് എന്താ നടക്കണേ നമുക്ക് അറിയത്തില്ല. നമുക്ക് ആരും പറഞ്ഞു തരാനും ഇല്ല. ഏതെങ്കിലും ഗസ്റ്റ് വന്നിരുന്നെങ്കിൽ പുറത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മുടെ എല്ലാവരും പ്ലാൻ. പക്ഷെ ആര് വന്നാലും ഒന്നും പറയില്ല. ഈ വൈൽഡ് കാർഡ്സ് വന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ പോസിറ്റീവ് ആണ് ആർക്കൊക്കെ നെഗറ്റീവ് ആണെന്നൊക്കെ. പക്ഷെ അവർക്ക് കുറെ പേര് കള്ളം പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പ്ലാച്ചിയുടെയും കരയുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് കരച്ചിൽ കരയും. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഈ എല്ലാ എവിക്ഷൻ ടൈമിലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് നമ്മളെല്ലാവരും എവിക്ഷൻ കാണും. ആ ടൈമില് നൂറയുടെ ആദിലയുടെ നമ്പർ എനിക്ക് എഴുതി തരുകയും ഞാൻ അവർക്ക് എന്റെ നമ്പർ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിൽ. നമുക്ക് ഐലൈനറും നമ്മുടെ ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കും, പെണ്ണൊന്നും ഇല്ലല്ലോ. ആ ടൈമിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു വെച്ചാല്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, അപ്പൊ എനിക്കൊരു ഫാൻസ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, പുറത്തിറങ്ങിയിട്ട് എന്റെ ചേച്ചിയെ വിളിക്കൂ, ചേച്ചിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുക്കുകയും പിന്നെ എന്റെ വീട്ടിൽ പോയിട്ട്, അതായത് എന്റെ വീട്ടിൽ എന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ചേച്ചിയായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആവശ്യങ്ങളുണ്ട്, എനിക്കിവിടെ ബിഗ് ബോസ് ഹൗസിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, അപ്പൊ അത് പറയണം, പിന്നെ അമ്മയുടെ അച്ഛനും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയണം, പ്രാർത്ഥിക്കാൻ പറയണം, പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കാരണം 1 മണിക്കൂറാണ് എപ്പിസോഡ് പുറത്തു പോകുന്നത്. അപ്പൊ ലൈവ് കാണുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. ഇതുവരെ ഞാൻ ലൈവ് ഈ പറഞ്ഞ കഴിഞ്ഞ സീസൺ ഈ 6 സീസണിലും ഈ ലൈവ് കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ട് കൂടിയില്ല, അറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പൊ എപ്പിസോഡ് 1 മണിക്കൂർ പോകുമ്പോൾ ഇതൊക്കെയാണ്. ഇപ്പൊ ലാലായിട്ട് എല്ലാ വീക്കിലും വന്ന് എന്നെ ചീത്ത പറയാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ നെഗറ്റീവ് ആണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് എനിക്ക് നെഗറ്റീവ് ആണ് പോയിക്കൊണ്ടേ. അപ്പൊ ഞാൻ ആദ്യത്തെ നൂറിനെ പറഞ്ഞത്, നിങ്ങളാണ് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ് സത്യസന്ധമായിട്ട് എന്റെ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം അവർ ചിലപ്പോൾ പേടിക്കും, അവരെന്നെ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ചും ഞാൻ അങ്ങനെയാണ്, ഇതാണ് പറഞ്ഞു കൊടുത്തത്. ടിഷ്യൂ പേപ്പറിൽ എന്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തത്. അത് എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ്. പിന്നെ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ടാണ് അത് PR-ന്റെ നമ്പറാണെന്നും പിന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ കഴിവാരി ഭൂഷണം, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളല്ല, ഷിയാസ്ക്ക് അറിയാം. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചൊരു പാടാണ്, നമ്മൾ ഒരാൾ നശിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് അത് തിരിച്ച്, നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കാണ് അത് വരുന്നത്, അത് എപ്പോഴായാലും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആള് കൂടിയല്ല. പിന്നെ അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൃത്യമായ ആൻസറാണ്. ശരിക്കും PR-ന് എത്ര രൂപ നൽകിയത്? ഈ PR എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ. എന്നെ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം എന്നെ ബിഗ് ബോസിലോട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ കോർഡിനേറ്റർ ചേച്ചിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല. കാരണം ഞാൻ കരഞ്ഞു മെഴുകുന്ന ഒരാളാണ്. സ്റ്റാർ മാജിക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ വെറുതെ അല്ല, അത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല, എന്നെ കരയിപ്പിക്കുന്നതാണ്. കാരണം പ്രാങ്ക് ചെയ്ത് കരയിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അനുവിനെ പോലത്തെ ഒരാളെയാണ് വേണ്ടത്, കാരണം കരയുന്ന ആളെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. കരയാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അനു ഫണ്ണാണല്ലോ, അനു എന്റർടൈനർ ആണല്ലോ, അപ്പൊ അനുവിന് ആവശ്യം എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് വീട്ടുകാരായിട്ട് ചർച്ച ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഷിയാസിനെ വിളിക്കുന്നു. എനിക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു, റിലേറ്റീവ്സിനെ വിളിച്ച് ചോദിച്ചു, ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്ന എല്ലാവരും വിളിച്ച് ചോദിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഒരു 100 എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും പറഞ്ഞു പോണം, നിനക്ക് പറ്റിയതാണെന്ന്, നിനക്ക് പറ്റിയൊരു ഷോയാണ്, ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. കുറച്ച് പേര് എൻ്റെ വീട്ടുകാർ പറഞ്ഞു നീ പോകരുത്, പോയി കഴിഞ്ഞാൽ നിനക്ക് ചീത്തപ്പേരുണ്ടാവും, നെഗറ്റീവ് വരും, അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോകണമെന്നുള്ളത്. ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സീസണിൽ ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആലോചിച്ചു, എൻ്റെ സമയമൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബിഗ് ബോസിലോട്ട് പോയി. എന്താ പറയണ്ടേ, ഓക്കെ, ബിഗ് ബോസിലോട്ട് പോയി. ഈ സമയത്ത് ചോദ്യം പറഞ്ഞു PR-ന്റെ കാര്യം. ആ ടൈമിലാണ് എന്നോട് പറഞ്ഞത് അനുമോൾ PR ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് പേര് പറഞ്ഞു PR എന്താ, അത് പബ്ലിക് റിലേഷനിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ സംഭവം. അതായത് എപ്പിസോഡ് 1 മണിക്കൂറായിട്ടാണ് പോകുന്നത്. ഈ 24 മണിക്കൂറും ലൈവ് കാണുന്നത് വളരെ കുറച്ച് പേരെ കാണുള്ളൂ. ഈ പ്രേക്ഷകർക്ക് ഒരു എപ്പിസോഡിൽ ആരും വേണമെങ്കിൽ ബിഗ് ബോസിന് വേണമെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ആക്കാം ഒരാളെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടോ? അത് അങ്ങനെ ആക്കാം, എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് നിങ്ങളെ ബിഗ് ബോസിലോട്ട് വിടുന്നതെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഓക്കെ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു 24 മണിക്കൂർ എപ്പിസോഡ് കാണാൻ വേണ്ടി എന്റെ സ്റ്റാർ മാജിക്കിലെ കുറച്ച് ഫാൻസ് ഉണ്ട്, അവരെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആര് കാണാൻ 24 മണിക്കൂറൊക്കെ ആരെങ്കിലും ഇരുന്ന് കാണുന്നു തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ, എന്റെ വീട്ടുകാരിൽ പോലും ഇരുന്ന് കാണില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ നമ്മുടെ ബിഗ് ബോസിനെ പറ്റി ഈ PR-നെ പറ്റി ഞാൻ അന്വേഷിക്കുകയും അതിനെപ്പറ്റി കഴിഞ്ഞ സീസണിലുള്ള ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പറയുകയും ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. എല്ലാവർക്കും PR ഉണ്ട്. കാരണം വെച്ചാൽ PR-ന് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേരെ ഏൽപ്പിക്കും ഈ 24 മണിക്കൂറും ഈ ലൈവ് കാണാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മൾ ഈ 1 മണിക്കൂർ എപ്പിസോഡിൽ വരുന്നത് നമ്മൾ പറയാത്തത് ചെയ്യാത്ത കാര്യങ്ങൾ ഈ 24 മണിക്കൂർ ലൈവിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എന്താണ് നമ്മുടെ ഭാഗത്ത് ശരി അല്ലെങ്കിൽ തെറ്റെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ PR ഉള്ളത്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ശരി ചെയ്യാന്ന് പറഞ്ഞു. ആ PR-ന് മുന്നേ എനിക്ക് കുറെ പേര് PR-ന്റെ പേരും പറഞ്ഞ് ഒരു 10-25 പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഫ്രീ ആയിട്ട് PR ചെയ്തു തരാമെന്നും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം നിർത്തിക്കാം, അതിന് നന്നായിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ സ്റ്റാർ മാജിക്കിൽ 7 വർഷം അനു അവിടെ നിന്നിട്ടുണ്ടായിരുന്നു, പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് 3 മാസം അതിന് ഉറപ്പായിട്ട് ബിഗ് ബോസിൽ 100 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ അപ്പം വിളിച്ച ആരും എനിക്ക് പരിചയമില്ല, കുറച്ച് പേര് പരിചയമുണ്ട്. അത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയക്കാരായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല ഇവരൊക്കെ മുന്നേ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ കുറച്ച് പേരെടുത്ത് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ PR-ന്റെ പേര് പറയുന്നത്. ഈ വിനു എന്ന് പറഞ്ഞ ആളുടെ പേര് പറയുന്നത് ഇയാൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നു. പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പിന്നെ ഇയാളെ വിശ്വസിക്കാം, ഒരുപാട് പേരെ PR വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയും നമ്പർ ചോദിക്കുകയും പുള്ളി കുറച്ച് ഡിലേ ആയി തരാനൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 1-2 ദിവസം വെയിറ്റ് ചെയ്തു. പിന്നെ പുള്ളിയുടെ നമ്പർ ഈ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് തരുകയും അത് എടുത്ത് വിളിച്ചപ്പോൾ പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ ഡിലേ ആക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി വേറെ ആരും PR എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടെൻഷനായി, ഞാൻ വിശ്വസിച്ച് ആരെ കയ്യിൽ ഏൽപ്പിക്കും എന്നുള്ളത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.